ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ. 3 ഫേസ് പോളിംഗ് കഴിഞ്ഞു. പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളും 3 ഫേസ് പോളിംഗ്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ഏകദേശം ഇനി തെലുങ്കാനയും ആന്ധ്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പോളിംഗ് കഴിഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ബീഹാർ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മറ്റ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് വരുന്നത്. ഈ പോളിംഗ് ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഏതാണ്ട് അതിൻ്റെ പകുതി എത്തിയെന്ന് പറയാം. 7 ഫേസ് പോളിങ്ങിൽ ഏതാണ്ട് അതിൻ്റെ പകുതിയോളം സീറ്റുകളിൽ കഴിഞ്ഞ് ഏതാണ്ട് 282 സീറ്റുകളിലാണ് ഇതുവരെ പോളിംഗ് നടന്നിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തെക്കുറിച്ചിട്ട് ഉള്ള ഒരു ഡിസ്കഷനാണ് എൻ്റെ കൂടെ. ഈ ഡിസ്കഷനെ ജോയിൻ ചെയ്യുന്നത് KJ ജേക്കബാണ്. ജേക്കബിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ കേളികെട്ട് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് ഇതൊരു എതിരില്ലാത്ത തെരഞ്ഞെടുപ്പാണെന്നാണ്. അതായത് BJP വളരെ ഈസിയായിട്ട് 3ാം തവണയും അധികാരത്തിലെത്തുന്നു. ഇപ്പോൾ BJPയുടെ തുടക്കത്തിലെ പ്രചരണ കോലാഹലങ്ങളും ആ നിലയിലായിരുന്നു. അതായത് 400-400-നപ്പുറമാണ് നമ്മുടെ ലക്ഷ്യമെന്ന്, 400ആണ് ഇത്തവണത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ ഈ 3ാം ഘട്ടം കഴിയുമ്പോഴത്തേക്ക് BJPയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളെന്ന് പറയുന്ന അമിത്ഷാ അടക്കമുള്ള ആളുകൾ ഈ 400 എന്ന് പറയണതും മറ്റ് 3-2 ഭൂരിപക്ഷം എന്നെല്ലാം പറയുന്നത് ഏതാണ്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ എന്താണ് അതിൻ്റെ ഒരു കാരണം? നമ്മളിത് നോട്ടീസ് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെയുള്ള ഒപ്പീനിയൻ സർവേകൾ, ആ സർവേകൾ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കൊരു ധാരണയുണ്ട്. ഈ ഏറ്റവും അവസാനം വന്ന സർവേ പോലും 430 സീറ്റാണ് BJP NDA സഖ്യത്തിന് വേണ്ടി കൊടുത്തിരുന്നത്. ഇതിൻ്റെ അകത്തൊരു ഷോക്കർ എന്ന് പറയുന്നത് ആദ്യത്തെ വോട്ടിംഗ് പെർസെൻറ്റേജാണ്. കഴിഞ്ഞ വർഷം 70-ന് മുകളിലുണ്ടായിരുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് ഇത് ആദ്യത്തെ കണക്കനുസരിച്ച് 63-64 പിന്നെ ഇലക്ഷൻ കമ്മീഷൻ അതിന് ശേഷം വളരെ ശേഷം കൊണ്ടുവന്ന കണക്കനുസരിച്ച് 66. ഈ 66 എന്നുള്ളത് ഹിസ്റ്റോറിക്കലി BJPക്ക് ഫേവറബിളായിട്ടൊരു നമ്പർ അല്ല, അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ഈ 400 പാർ 400-ലധികം എന്നുള്ള ഈ മുദ്രാവാക്യം കൊണ്ട് നടന്ന മീഡിയകൾ പോലും അത്രയും കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് 400 സീറ്റ് കിട്ടണമെങ്കിൽ ഒരു നാഷണൽ അപ്സർജ് പോലെ ഉണ്ടാവണം. വലിയ ഒരു ആളുകൾ വേവ് വരണം. NDA സർക്കാരിന് വരേണ്ട ആവശ്യമുണ്ട് എന്നുള്ള നിർബന്ധത്തോടു കൂടി മനുഷ്യർ പോയി വോട്ട് ചെയ്താലേ നമുക്ക് അങ്ങനെ വലിയൊരു നമ്പർ വരും. ആ നമ്പർ ഇല്ല എന്നുള്ളത് കണ്ടു. ഇത് മാത്രമല്ല, BJPക്ക് വോട്ടുകൾ കൂടുതൽ കിട്ടേണ്ട പല സ്ഥലങ്ങളിലും വോട്ടിംഗ് പെർസെൻറ്റേജ് ഉത്തർപ്രദേശിലൊക്കെ വളരെ 50കളിലേക്ക് ശതമാനം താഴ്ന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് പലപ്പോഴും മനുഷ്യർ ഇതിൻ്റെ അടിയിൽ നിന്നും ഉള്ള ഹവ, നമ്മളിപ്പോൾ പറയുന്ന പോലെ എന്താണ് ഇതിൻ്റെ അകത്ത് ഉള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. മീഡിയ പോലും അതിനെ ഒരു ദേ ആക്ച്വലി ടുക്ക് കോഗ്നിസൻസ് ഓഫ് ദിസ് ലോവർ പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ്. അത് വന്ന് കണ്ടപ്പോഴാണ് മനുഷ്യർ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഗോദി മീഡിയ എന്ന് നമ്മൾ പറയുന്ന ഈ മാധ്യമങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആളുകൾ തപ്പി തുടങ്ങിയത്. അപ്പോഴാണ് നേരത്തെ തന്നെ പലതരം പ്രെഡിക്ഷൻസ്, പലതരം സർവേകൾക്കകത്ത് നമ്മുടെ രാജ്യം നേരിടുന്ന ശരിയായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അസസ്മെൻറ്റ് വേറെ പലരും പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി സംബന്ധിച്ച് അദ്ദേഹം പറയുക, നമ്മൾ ഇപ്പം 5ാമത്തെ ഇക്കണോമിയാണ്, നമ്മൾ 3ാമത്തെ ഇക്കണോമി ആകാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം വിശ്വഗുരുവാണ്. നമ്മളുടെ പല രംഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ 5Gയിലേക്ക് പോകുന്നു, 6Gയിലേക്ക് പോകുന്നു. നമ്മുടെ രാജ്യം നേടിക്കൊണ്ടിരിക്കുന്ന വലിയ നേട്ടങ്ങൾ, ചന്ദ്രയാനും G20 അടക്കമുള്ള ഈ ഒരു വളരെ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു തിളങ്ങുന്ന ഒരു ചിത്രം. ഈ ചിത്രത്തിൻ്റെ താഴെ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിലുണ്ട് എന്ന്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരിൽ അഭ്യസ്ത വിദ്യരുടെ എണ്ണം ചരിത്രത്തിലില്ലാത്തതുപോലെ വലുതാകുന്നു എന്നുള്ളത്, ഇതാണ് ഏറ്റവും വലിയ പോളിംഗ് ഇഷ്യൂ, വോട്ടിങ്ങിനുള്ള ഇഷ്യൂ. നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ തൊഴിലില്ലായ്മയാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്ന സ്റ്റഡികളൊക്കെ ആൾക്കാരുടെ അടുത്ത് രണ്ടാമത് മറിച്ച് നോക്കാൻ തുടങ്ങി. അപ്പം നൗ പീപ്പിൾ ആർ ട്രൈങ് ടു കണക്ട് ദാറ്റ്. അല്ല, അപ്പോൾ അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ജേക്കബ് പറഞ്ഞ ഈ സ്റ്റഡി പ്രധാനമായിട്ടും ആ CSDSൻ്റെ സർവേ അവരാണ് പറഞ്ഞത് തൊഴിലില്ലായ്മയും പ്രൈസ് റൈസും ഏതാണ്ട് 70 മുതൽ 80% വരെയുള്ള അവരുടെ പ്രതികരണത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായത് അതായിരുന്നു എന്നാണ്. പക്ഷേ അതുള്ളപ്പോൾ തന്നെ അവർ പറഞ്ഞൊരു കാര്യം, ഈ മോഡിക്ക് കൊഹറൻ്റായിട്ടുള്ളൊരു ഓപ്പോസിഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടും, അതുകൊണ്ട് ഈ
ഭരണം സംവിധാനം തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്, പ്രത്യേകിച്ച് ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മോഡിക്കുള്ള വലിയ റേറ്റിംഗ് ആ സപ്പോർട്ടിൽ വലിയ ഇടിവുണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ 3 ഘട്ടം കഴിയുമ്പോഴേ ആ ഒരു അസസ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതായത് ഇപ്പം മോഡി ഒരു കൊഹിയറൻ്റ് ആയിട്ടുള്ള പൊസിഷനുണ്ട്. അദ്ദേഹത്തിന് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. കാരണം ആദ്യത്തെ 2 ഫേസിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഭാഷ മാറി. അതുവരെ പിന്നെ മുമ്പോട്ട് പോകുന്ന ഇന്ത്യയെക്കുറിച്ച് ഈ ചാർ സൗ പാറിനെ കുറിച്ച് ഇന്ത്യ 21ാം നൂറ്റാണ്ടിലേക്ക് പോകുന്നത്, പിന്നെ 2047 വികസിത ഇന്ത്യയിലേക്കൊക്കെ സംസാരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് ടോൺ മാറ്റി. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനമന്ത്രി പോയിട്ട് എന്നെ സംബന്ധിച്ച് ഒരു വാർഡ് മെമ്പർ പോലും പറയാത്ത തരത്തിലുള്ള രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി. ഒരു വശത്ത് മുസ്ലിങ്ങളെ നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്നുള്ള മട്ടിൽ മുസ്ലിം പ്രതിപക്ഷ നേതാക്കന്മാർ പറയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രതിപക്ഷങ്ങൾ ഭരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ശ്രമിച്ചു. അപ്പോൾ അതുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അത് കണക്കാക്കണം. എന്തുകൊണ്ട് ഇത് പ്രധാനമന്ത്രി ഇത്തരമൊരു ഡെസ്പറേറ്റ് മൂവിലേക്ക് പോകുന്നു എന്നുള്ളതും ഈ BJPയുടെ ഈ വലിയ വർത്തമാനത്തിന് ക്ലച്ചില്ല എന്നുള്ളൊരു തോന്നൽ മനുഷ്യർക്കുണ്ടായി. അതിപ്പോൾ ചോദ്യത്തിന് ഉത്തരവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെ മറുപടി എന്നുള്ളത്, ഇത് നമ്മൾക്കിപ്പോൾ ഒരു നാഷണൽ ഒപ്പോസിഷൻ അല്ലെങ്കിൽ നാഷണൽ ലീഡർ എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രിക്ക് ഒരു മാച്ച് പ്രതിപക്ഷത്തില്ല. പക്ഷേ നമ്മൾ കണക്കാക്കേണ്ടത് ഈ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു നാഷണൽ ഇലക്ഷനായിട്ടല്ല പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അവരിതൊരു സ്റ്റേറ്റ് വൈസ് ഇലക്ഷനാണ്. അപ്പോൾ നമ്മൾ കണക്കാക്കേണ്ടത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ നോക്കൂ. BJPക്ക് അതായത് ലീഡർ ഇല്ല എന്നുള്ളത് BJPയെ ഒരു കാരണവശാലും ബാധിക്കുന്നില്ല. കേരളത്തിലെ 20 സീറ്റിൽ ബാധിക്കുന്നില്ല, തമിഴ്നാട്ടിലെ 40 സീറ്റിൽ ബാധിക്കുന്നില്ല, കർണാടകത്തിൽ അത് ബാധിക്കുന്നില്ല, സൗത്ത് ഇന്ത്യയിൽ ബാധിക്കുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നോക്കൂ, ഇന്ത്യ മുന്നണി അതിൻ്റെ അകത്ത് 4-5 സംസ്ഥാനങ്ങൾ ഒഴികെ അവരൊരു കൊഹിയറൻ്റ് യൂണിറ്റായിട്ട് അവരുണ്ട്. ഇപ്പം വെസ്റ്റ് ബംഗാളിൽ ഇല്ല. വെസ്റ്റ് ബംഗാളിൽ ഇല്ല എന്നുള്ളത് നമ്മൾ തിയററ്റിക്കൽ ലെവലിൽ വെച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അത് അവിടെ തൃണമൂലിന് അനുകൂലമായിട്ട് വരും. കാരണം അവിടെ തൃണമൂൽ വോട്ടുകൾ ഭിന്നിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തിയററ്റിക്കലി. പിന്നെ ഇല്ലാത്തത് ഇവിടെയാണ്, പഞ്ചാബിലാണ്. പഞ്ചാബിൽ അലയൻസ് ഉണ്ടാവേണ്ടതായിരുന്നു, അത് ഉണ്ടായിട്ടില്ല. ഈ 2 സംസ്ഥാനങ്ങൾ പ്രധാനമായിട്ട് ഉള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഉത്തർപ്രദേശിൽ ഏതായാലും പ്രതിപക്ഷ മുന്നണി വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു സംസ്ഥാനമല്ല. എങ്കിൽ പോലും അവിടെ ഉണ്ടാകുന്ന അതിർത്തികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ബോൺഹോമി ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷൻ മധ്യപ്രദേശിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ 2 സംസ്ഥാനങ്ങളും ഇപ്പോഴും ഇപ്പോൾ ഒരു പ്രതിപക്ഷത്തിന് ഒരു പ്രതീക്ഷയുണ്ടെന്ന് പറയുന്ന ആളുകൾ പോലും ഈ 2 സംസ്ഥാനങ്ങളിൽ വലിയ കാര്യമായിട്ട് ഇത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മഹാരാഷ്ട്രയിൽ 48 സീറ്റുകൾ കൊടുക്കുന്ന അതിനകത്ത് 42 സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം BJP ജയിച്ചത്. അവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അലയൻസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ കൊഹിയറൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളത്. ഇപ്പോൾ കേരളം പോലെ ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ മാത്രമായിരിക്കണമെന്നില്ല ആളുകൾ വോട്ട് ചെയ്യുക. മഹാരാഷ്ട്രയിൽ അവിടെ പ്രതിപക്ഷങ്ങൾ വളരെ കൊഹിയറൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. പിന്നെ ബീഹാറിൽ വളരെ കൊഹിയറൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. പിന്നെ BJPക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം എന്നുള്ളത് കർണാടകയാണ്. കർണാടകത്തിലും പ്രതിപക്ഷം എന്നുള്ളത് എസെൻഷ്യലി കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഈസ് ഫൈറ്റിങ് എ റിയൽ ഗുഡ് അവരൊരു ശരിക്കുള്ളൊരു ഫൈറ്റാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 സ്റ്റേറ്റുകളിലും BJPക്ക് കഴിഞ്ഞ തവണ ഏതാണ്ട് അബ്സല്യൂട്ട് 116 സീറ്റുണ്ട്. അതിൻ്റെ 106 സീറ്റുകൾ ഈ 3 സംസ്ഥാനങ്ങളിലായിട്ട് 116 സീറ്റുണ്ട്. അതിൽ 106 സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം BJP ജയിച്ചതാണ്. അവിടെ ഈ 3 സംസ്ഥാനങ്ങളിൽ തന്നെ ഒരു സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഒരു ഇറോഷൻ അല്ലെങ്കിൽ ഒരു കുറവ് BJPയുടെ സീറ്റുകളിൽ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത എത്രത്തോളം? ഇതിപ്പോൾ നമ്മൾ BJP ഏതെങ്കിലും കാരണവശാൽ അധികാരത്തിൽ നിന്ന് പോകണമെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട സംസ്ഥാനങ്ങൾ ഈ 3 സംസ്ഥാനങ്ങളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ അതിൻ്റെ അകത്ത് 116 സീറ്റിൽ 106 സീറ്റുകളാണ് BJP, 10 സീറ്റ് ബാക്കി എല്ലായിടത്തും കൂടി ജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ സീറ്റുകളിൽ ഇപ്പം നമ്മൾ ദൂരെ നിന്നിങ്ങനെ ഒരു ആ ചിത്രം നോക്കുമ്പോൾ ഇപ്പം ബീഹാറിലും ഉത്തർപ്രദേശിലും ഈ 2 നേതാക്കന്മാരും, അതായത് തേജസ്വി യാദവും അഖിലേഷ് യാദവും, ഇവർ 2 പേരുടെയും ഫോക്കസ് മുഴുവൻ തൊഴിലില്ലായ്മയെ ബന്ധപ്പെടുത്തിയായിരുന്നു. ഇപ്പോൾ അഗ്നിവീർ
പ്രോജക്റ്റ്. അതാണ് ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തെ മുൻനിർത്തിയാണ് ഇവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും അവിടെയുള്ള ഇടതുപക്ഷ പാർട്ടികളും ഒരുമിച്ചാണ്. അവരൊരു കൊഹിയറൻറ്റ് ഫോഴ്സാണ്. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, നിതീഷ് കുമാർ എന്നുള്ള നേതാവിൻ്റെ ഏകദേശമുള്ള ഇതിൻ്റെ അകത്തു നിന്നുള്ള ഹീൽ ബി വാനിഷിങ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരേന്ത്യൻ യൂട്യൂബ് ചാനൽ കണ്ടത്, ബി ജെ പിക്ക് തന്നെ സംശയമുണ്ട്. 16 സീറ്റുകൾ നിതീഷ് കുമാറിന് കൊടുത്തിട്ടുണ്ട്. ഈ 40-ൽ 16 ആദ്യമായിട്ടാണ് ഒരു സഖ്യകക്ഷികളെക്കാൾ കൂടുതൽ ബി ജെ പി 17 സീറ്റിലും ഇവർ 16 സീറ്റിലുമാണ്. ഈ 16 സീറ്റിൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയാക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സീറ്റുകളിൽ ഒരു അവിശ്വാസം ഉടലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിലപ്പം മനുഷ്യരുടെ ആഗ്രഹമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ നിതീഷ് കുമാറിന് മാത്രമല്ല, ഞാൻ ഇന്നൊരാൾ ഒരു സംസാരിക്കുമ്പോൾ പറഞ്ഞത് രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി പോലും അവിടെ ഒരു കഴിഞ്ഞ 6 സീറ്റ് ഉണ്ടായിരുന്നു അവർക്ക്. അതെ പിന്നോക്കത്തിലാണെന്നാണ് പറയുന്നത്. ഇത്തവണ ആ നിലയിലുള്ള ഒരു ഇൻപുട്ടാണ് കിട്ടുന്നത്. അപ്പം അത് നമുക്കറിയത്തില്ല. ഇപ്പം ഈ നരേന്ദ്രമോദി സർക്കാരിനെ മാറ്റണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. അത് നമുക്കിപ്പോഴും അറിയില്ല അങ്ങനെ ഒരു തീരുമാനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടോ എന്ന്. അങ്ങനെ ഒരു തീരുമാനിച്ചാൽ ആ തീരുമാനം റിഫ്ലക്റ്റ് ചെയ്യാൻ പാകത്തിൽ ഒരു പ്രതിപക്ഷ മുന്നണി ഈ സംസ്ഥാനങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളത്, ഇപ്പം പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പം ഇമ്രാൻഖാൻ്റെ പാർട്ടി ഇല്ല, ആ പാർട്ടി ബാൻ ചെയ്തു. പാർട്ടിയുടെ ഒരു ചിഹ്നമില്ല. ആളുകൾ സ്വതന്ത്രരായിട്ട് മത്സരിച്ചു. അതിപ്പോൾ 200 ചില്ലറ സീറ്റുകളിലേക്ക് 100 സീറ്റോടുകൂടി ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ മനുഷ്യർ തിരഞ്ഞെടുത്തു. അപ്പം നിങ്ങൾ നമ്മളും പാകിസ്ഥാനികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനാധിപത്യം പരീക്ഷിക്കാൻ അധികം സമയം കിട്ടിയില്ല എന്നുള്ളത്. എസെൻഷ്യലി ആർ ബ്ലഡ് റൺസ് ദ സെയിം വേ. അപ്പോൾ അത് അങ്ങനൊരു ചോയ്സ് അവർ ഇന്ത്യയിലെ ജനങ്ങൾ എടുക്കാൻ തീരുമാനിച്ചാൽ ദേ ഹാവ് ആൻ ഓൾട്ടർനേറ്റീവ്. അവർക്ക് ഓൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് അല്ല. ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനൊരു ഓൾട്ടർനേറ്റീവ് ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റേ യോഗേന്ദ്ര യാദവിൻ്റെ 2 ഫേസ് കഴിഞ്ഞിട്ടുള്ള ഒരു അനാലിസിസ് പ്രകാരം ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ബി ജെ പി മുന്നണി 20-20 സീറ്റുകൾ വീതം, അവർക്കിപ്പോഴുള്ള സീറ്റുകൾ 20-20 വീതം നഷ്ടമാകുമെന്നുള്ള ഒരു അസസ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് അതേ സ്ഥിതി 3-ാം ഫേസിൽ, അതായത് ഇന്നലെ കഴിഞ്ഞ ഫേസിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 60 സീറ്റ് നഷ്ടമാകുമെന്നുള്ള ഒരു കണക്കാണ്. 3 ഫേസ്, ഇനി ബാക്കി 4 ഫേസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനെ മറികടക്കാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ടുള്ള ബി ജെ പി നേതാക്കളുടെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും ഒരു പ്രചരണ തന്ത്രം എടുത്തു കഴിഞ്ഞിരുന്നാൽ അവർ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഹിന്ദുത്വ സാധനത്തിലേക്ക് അവർ തിരിച്ചു വന്നിരിക്കുകയാണെന്ന് പറയും. ഇത് എത്രത്തോളം ഇവരെ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഈ പറയുന്ന നിലയിലൊരു പോളറൈസേഷൻ ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു സ്ഥിതി. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആദ്യ അധികാരത്തിൽ വന്ന 2 തെരഞ്ഞെടുപ്പിലും 1998-ലും 2004-ലും അവരധികാരത്തിൽ വന്നത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തുള്ള ഒരു കൂട്ടക്കുഴപ്പത്തിൻ്റെ ഭാഗമായിട്ടൊരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്കാണ് അവർ അധികാരത്തിൽ വന്നത്. അതിനുശേഷം കാർഗിൽ വാറുണ്ടായി, 99-ൽ അധികാരത്തിൽ തിരിച്ചു വന്നു. അതിൻ്റെ ഒരു നാഷണലിസ്റ്റിക് ഒരു പുഷിൻ്റെ പുറത്ത് വന്നതാണ്. പക്ഷേ 2004-ൽ ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് അവർക്ക് അധികാരം പോയി. പിന്നെ അവർ അധികാരത്തിൽ 2014-ലാണ്. അന്നും അഴിമതി, പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം കൂടും, ഒരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്കാണ് അവർ അധികാരത്തിൽ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ശരിക്കും ബി ജെ പി ജയിച്ചു. അതായത് അധികാരത്തിലിരുന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പ് ജയിച്ചത് അവരുടെ പെർഫോമൻസിൻ്റെ ബേസിസിലല്ല, അഗ്രസീവായിട്ടുള്ള പൊസിഷനിങ്ങിൻ്റെ ഭാഗമായിട്ട്. അത് നാഷണലിസം ആകാം, ഹിന്ദുത്വം ആകാം. കഴിഞ്ഞ പ്രാവശ്യം നാഷണലിസം വലിയ തോതിൽ പറ്റി. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി നാച്ചുറൽ ദാറ്റ് ദേ ഗോ ബാക്ക് ടു ഹാർഡ് ലൈൻ ഹിന്ദുത്വ പൊസിഷൻ. കാരണം ഈ പറയുന്ന വികസനം എന്ന് പറയുന്ന സാധനം ഇറ്റ് ഡസൻ സെൽ ഫോർ ബി ജെ പി. യു പി എ വൺ സോൾഡ് ഇറ്റ് സക്സസ്ഫുള്ളി. രണ്ടാമത്തെ യു പി എ വരുമ്പോൾ ആദ്യത്തെ യു പി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വളരെ ഭംഗിയായിട്ട് അവർക്കത് വയ്ക്കാൻ പറ്റും. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബിക്കോസ് ഓഫ് വാട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് അത് ഒട്ടും ഫേവറബിളായിട്ടൊരു കാര്യമില്ല. അപ്പോൾ വളരെ അഗ്രസീവായിട്ടുള്ള, കഴിഞ്ഞ പ്രാവശ്യം നാഷണലിസ്റ്റിക് ഫേവറായിരുന്നു. പിന്നെ പുൽവാമ കഴിഞ്ഞ് ബാലക്കോട്ട ആക്രമണത്തിന് ശേഷം നടന്ന വളരെ അഗ്രസീവായിട്ടുള്ള ഒരു നാഷണലിസ്റ്റിക് ഫേവറും ഇപ്രാവശ്യം അത് ഹിന്ദുത്വമായി മാറിയത്. ദാറ്റ്സ് വെരി ലോജിക്കൽ ആൻഡ് സെൻസിബിൾ ഫോർ ദ ബി ജെ പി ടു ഡു ഇറ്റ്. അവർക്ക് അതല്ലാതെ മറ്റു വഴികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് മൈറ്റ് പേ ഓഫ്.
അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും ദേ കാണ്ട് അഫോർഡ് ടു ലൂസ് പവർ അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം. അതുകൊണ്ട് അധികാരത്തിൽ വരിക എന്നുള്ളത് പരമപ്രധാനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവർക്കുള്ള ഏറ്റവും നല്ല വഴി എന്നുള്ളത് അഗ്രസീവ് ഹിന്ദുത്വ എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇൻസൾട്ട് ചെയ്യുന്നു. ഇപ്പം നമ്മൾ പ്രധാനമന്ത്രിയുടെയോ അമിത്ഷായുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൾട്ട്, ഹിന്ദു മതത്തെ ഇൻസൾട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കാസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യുന്നു, ഇന്ത്യയെ ഇൻസൾട്ട് ചെയ്യുന്നു. ഇതിപ്പോൾ ഇനിയിപ്പം വരും. ഇപ്പോൾ സാമ്പിത്രോദയുടെ അതെ ഞാൻ പറയാൻ വന്നതാണ്. കാരണം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് വന്നത് വലിയ ഓൾറെഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനകത്ത് ഏതാണ്ട് അങ്ങ് പൂർണ്ണമായി ഒന്ന് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അതായത് മറ്റേ പിത്രോദയുടെ പരാമർശമുണ്ട്, ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണ്, മറ്റേ വടക്ക് കിഴക്കൻ മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയാണ്, നോർത്ത് ഇന്ത്യൻസ് വെള്ളക്കാരെ പോലെയാണ് എന്ന് പറയുന്ന ആ പരാമർശത്തെ മോഡി ഇന്നെടുത്ത് വളരെ ഇമോഷണലായിട്ട്, അതായത് തെലങ്കാനയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതായത് എന്നെ വേണമെങ്കിൽ അവമാനിച്ചോളൂ, എൻ്റെ രാജ്യത്തെ, എൻ്റെ ഇന്ത്യക്കാരെ നിറത്തിൻ്റെ പേരിൽ അവമാനിക്കരുത് എന്ന് പറയുന്ന ആ നിലയിലേക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാധനം എങ്ങനെ ഏത് നിലയിലേക്ക് അതിനെ കൊണ്ടുവരും? എനിക്ക് ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻറ്റൈ മുസ്ലിം റട്ടറിക് അത് മോദി ഒരിടത്ത് കോൺഗ്രസ് പറയാത്ത ഒരു സാധനം കണ്ടുപിടിച്ചതാണ്. 40% നാഷണൽ അസറ്റ് 1% താഴെ ആളുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രാജ്യത്ത്, ആ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി പറയാണ് വി ഷുഡ് ടേക്ക് എ റീലുക്ക് അറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ലോജിക്, ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഡെമോക്രാറ്റിക്. അതെന്താക്കി മാറ്റി? അത് ഹിന്ദുക്കളായ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളുടെ കെട്ടുതാലി പറിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു പ്രധാനമന്ത്രിയാണ്. നമുക്ക് നോക്കാം അത് എത്രത്തോളം സെല്ല് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, സാമ്പിത്രോദ് പറഞ്ഞത് അസംബന്ധമാണ്. അസംബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇൻസൾട്ട് എന്നൊന്നും പറയാൻ പറ്റും, പരിഹാസ്യം എന്നേ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ആഫ്രിക്കക്കാരനെന്ന് പറഞ്ഞു, വൈ ഷുഡ് ഐ ബോദർ അബൌട്ട് ഇറ്റ്? എന്നെ സംബന്ധിച്ചിടത്തോളം അപമാനമല്ല. ഫ്രം ആഫ്രിക്ക. അപ്പം ഞാനൊരു സൗത്ത് ഇന്ത്യക്കാരനായി ഞാൻ ഇപ്പോൾ എന്നെ കണ്ട ആഫ്രിക്കക്കാരന് സോ വാട്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ബി ഹാപ്പി ടു അഡ്മിറ്റ് ദാറ്റ് ഐ ലുക്ക് ലൈക്ക് എൻ ആഫ്രിക്കൻ. അതിൻ്റെ അകത്ത് ഈ ഇൻസൾട്ട് എന്നുള്ളത് ഇത് ടിപ്പിക്കൽ ഫാഷിസ്റ്റ് ഇതാണ്. അപ്പോൾ അവർക്ക് എല്ലാവരും പിന്നെ എങ്ങനെ ഇരിക്കണം എന്നാണ് പ്രധാനമന്ത്രി ആഗ്രഹിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇല്ലെങ്കിൽ ദേ ആർ ഏബിൾ ടു ഈ കറുത്ത മുറിയിൽ ഇരുട്ടിലില്ലാത്ത പൂച്ചയെ കറുത്ത പൂച്ച കണ്ടുപിടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ബി ജെ പിക്കാർ. ദേ ആർ ലുക്കിംഗ് ഫോർ ദാറ്റ്. 10 വർഷം ഭരിച്ച പ്രധാനമന്ത്രി സാമ്പിത്രോദയുടെ സ്റ്റേറ്റ്മെൻറ്റ് ബേസിസിലല്ല തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടേണ്ടത്. കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് അസംബന്ധമാണെന്നുള്ളത് ശരി. 82 വയസ്സായ ഒരു മനുഷ്യന് ഇപ്പോൾ അല്ല ഇന്ത്യൻ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ തൊലിയുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, തൊലിയുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇന്ത്യൻ ഡൈവേഴ്സിറ്റി നിൽക്കുന്നത്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളുടെ ഡൈവേഴ്സിറ്റി എന്നുള്ളത്, നമ്മളുടെ യൂണിറ്റി എന്നുള്ളത്, ഇതൊക്കെ വരുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രോഡക്റ്റുകളാണ് ഈ രാജ്യമെന്നുള്ളത്. അപ്പോൾ അതിലൂടെയാണ് നിറം വരുന്നത്. സോ നമ്മളുടെ ഡൈവേഴ്സിറ്റിയും നമ്മുടെ യൂണിറ്റിയും നമ്മുടെ നിറവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്തടത്ത് ഇമാതിരിയുള്ള അസംബന്ധം, വൃത്തികേട് അയാൾ പറഞ്ഞു എന്നുള്ളതൊരു ഫാക്റ്റ്. ഇതൊക്കെ എത്രത്തോളം വിൽക്കപ്പെടും എനിക്കറിയത്തില്ല. ഇപ്പം മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഏകപക്ഷീയമായ ആക്രമണം എനിക്ക് തോന്നുന്നില്ല എത്രയെങ്കിലും അത് അവരെ സംബന്ധിച്ച് പെർഫെക്റ്റ്ലി ലോജിക്കായിട്ട് കാര്യമാണ്. ദാറ്റ് ഈസ് ദെയർ ലാസ്റ്റ് റിക്കോഴ്സ്. പക്ഷേ ഡസ് ഇറ്റ് ഹെൽപ്പ് ദം ഗെറ്റ് വോട്ട്സ്? ചെറുപ്പക്കാർ 1% വോട്ടുണ്ട്. അവരോട് പറയുകയാണ് ഇത് മുസ്ലിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഈ മനുഷ്യർ, നമ്മുടെ നാട്ടിലെ മനുഷ്യർ മുസ്ലിങ്ങളൊക്കെ കാണുന്ന ആൾക്കാരല്ലേ, നോർത്ത് ഇന്ത്യയിലാണില്ല. അപ്പോൾ ഈ ഏകപക്ഷീയമായ 14% പേരാണ് ഇന്ത്യയിലുള്ളത്. 80% റെപ്രസെൻറ്റേറ്റീവാണ് നരേന്ദ്രമോദി. അദ്ദേഹമാണ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം വർക്കബിളാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇതിപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതും ഈ പിത്രോദയുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടാണ്. ബട്ട് സോ വാട്ട് എന്ന് ചോദിക്കാനാണ് സാധ്യത. നിങ്ങളുടെ കുഞ്ഞിന് മകന് ജോലിയില്ലാതെ അവൻ വെറുതെ നിൽക്കുമ്പം ഇപ്പം നിങ്ങൾ വെള്ളക്കാരനാണെന്ന് പറഞ്ഞോ ആഫ്രിക്കക്കാരനാണെന്ന് പറഞ്ഞോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ക്യാൻ യു ഗെറ്റ് മൈ സൺ എ ജോബ്? അപ്പോൾ ഇതിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ റെട്ടറിക്കുകളും രാഷ്ട്രീയത്തിൻ്റെ ഈ പറയുന്ന സാധനങ്ങൾ നിൽക്കുന്നതിന് കൂടെ തന്നെ ഈ മറ്റൊരു വലിയ കൺസേൺ ഈ 3 ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളെ കോൺഗ്രസ് നേതാവ് ഖാർഗെ അടക്കം ഉന്നയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ എക്സാക്റ്റായിട്ട് എത്ര പേര് വോട്ട് ചെയ്തു എന്നുള്ള ഫസ്റ്റ് സെക്കൻഡ് ഫേസിൽ പെർസെൻറ്റേജ് പറഞ്ഞു എത്ര വോട്ട് ചെയ്തു എന്നുള്ളൊരു കണക്ക് ഇതുവരെ വിട്ടിട്ടില്ല. അത് കുറച്ച് എന്താ പറയുന്ന അസാധാരണമാണെന്നാണ് പറയുന്നത്. സിവിൽ സർവൻ്റായ കണ്ണൻ ഗോപിനാഥൻ അടക്കമുള്ളവർ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ എത്ര പേര് വോട്ട് ചെയ്തു എന്നുള്ളൊരു കണക്ക്
പുറത്തു വിടാത്തതിൽ ഒരു അസാധാരണത്വം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 48 മണിക്കൂറിനകം ഈ കണക്കുകൾ ലഭ്യമാക്കാമെന്നാണ്. കാരണം നിങ്ങൾക്ക് പെർസെൻറ്റേജ് പറയാം, പെർസെൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമാണല്ലോ എത്ര പേര് വോട്ട് ചെയ്തു എന്നുള്ളത്. അത് പറയണില്ല. അത് എനിക്ക് തോന്നുന്നു ഇതുവരെ അത് പറഞ്ഞിട്ടില്ല, പെർസെൻറ്റേജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും ആദ്യം പറഞ്ഞതുപോലെ നേരത്തെ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ ഒരു പെർസെൻറ്റേജിനകത്ത് ഒരു 3-4% ജമ്പ് വന്നിട്ടുണ്ട് ഈ ആദ്യം പറഞ്ഞ പ്രിലിമിനറി അസസ്മെൻറ്റും ഇതുമായിട്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ജമ്പ് വരുന്നതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര പേര് വോട്ട് ചെയ്തു. അപ്പം ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ് എറണാകുളം പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1,00,000 പേര് വോട്ട് ചെയ്തു. 1,00,000 പേര് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ 1,00,000 പേര് വോട്ട് ചെയ്തു പറഞ്ഞാൽ 60% പോളിംഗ് എന്ന് പറഞ്ഞാൽ 60,000 പേര് വോട്ട് ചെയ്തു. 60,000 പേര് വോട്ട് ചെയ്തു എന്ന് അറിഞ്ഞതിന് ശേഷമാണല്ലോ ഈ 60% പോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര പേര് വോട്ട് ചെയ്തു എന്ന് പറയാത്ത ഒരു സ്ഥിതിവിശേഷം എങ്ങനെയാണ്? നമ്മളിത് ഇലക്ഷൻ കമ്മീഷൻ്റെത് നമ്മൾ അങ്ങേരെ നിരാശപ്പെടുത്തുന്ന ഒരു കമ്മീഷനായിട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 11 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ ഫേസിലുള്ള വോട്ട് പെർസെൻറ്റേജ് പോലും പറഞ്ഞത്. അത് തന്നെ ഏകദേശം 3% മറ്റോ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ട്. അപ്പം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആപ്പിൽ ഈ പെർസെൻറ്റേജ് അന്ന് തന്നെ ഉണ്ടായിരുന്നു. രണ്ടാമത് P+1 അതാണ് അവർ പറയുന്നത്. പോളിങ്ങിൻ്റെ പിറ്റേ ദിവസം ഇവരുടെ അടുത്ത് മുഴുവൻ കണക്കുകളും ഉണ്ട്, അത് അപ്ഡേറ്റ് ചെയ്തത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് പറയാത്തത്, എന്തുകൊണ്ടാണ് ഈ നമ്പർ പറയാത്തത്? അതിശയകരമാണ്. കാരണം ഈ നമ്പർ ഇല്ലാതെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് പറയാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ നമ്പർ ഒളിച്ചു വെക്കുന്നത്? അത് ഒരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അങ്ങേറ്റത്തെ ബയസ്ഡായിട്ട് ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ ഇറങ്ങിനെ കാണുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് യാതൊരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിൻ്റെ റെട്ടറിക്കിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നു എന്നുള്ളതല്ലാതെ കൂടുതൽ നമ്മുടെ നാട്ടിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കുന്ന തരത്തിലുള്ള വർത്തമാനം പറയുന്നു എന്നുള്ളതല്ല. അദ്ദേഹം അതിലേക്ക് ഒട്ടും പിറകോട്ട് പോകുന്നില്ല. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ പ്രചരണ ഗാനം സെൻസർ അത് മാറ്റണം എന്ന് പറഞ്ഞു. തെലങ്കാന സർക്കാരിനോട് അവർ കർഷകർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ സഹായം അത് മുഖ്യമന്ത്രി എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി എന്നുള്ളതിൽ അത് തടഞ്ഞു വെക്കാൻ വേണ്ടി ഉത്തരവിടുന്നു. ഇങ്ങനെ മറ്റേ BRSന്റെ നേതാവിനെ 2 ദിവസം പ്രചരണത്തിൽ നിന്ന് മാറ്റി. അപ്പം നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അനുസരിച്ചും നമ്മുടെ IPC ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചും മനുഷ്യരുടെ ഇടയ്ക്ക് സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ പാടില്ല. മനുഷ്യരെ തട്ടുകളായി വിഭജിച്ച് അതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മുടെ പൊതുനിയമത്തിലുമുണ്ട്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുണ്ട്, നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലുമുണ്ട്. ഒരു നടപടിയും ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിൻ്റെ ഒപ്പമാണ് ഇമ്മാതിരിയുള്ള ഡിലേകൾ. വേറൊരു കാര്യം, ഇന്നലെ സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ വന്നപ്പം സുപ്രീം കോടതി സുപ്രീം കോടതി പറയുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അത് എതിർക്കുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ അപ്പോഴും ജഡ്ജിമാർ രണ്ടുപേരും പറയുന്നത് അതെങ്ങനെയാണ് ശരിയാകുക, 5 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇലക്ഷൻ സംഭവിക്കുന്നത്. അപ്പം ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ അവകാശമല്ലേ. ഈ അവകാശം ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്, അതല്ലാതെ സുപ്രീം കോടതിയല്ല. സുപ്രീം കോടതിക്ക് അതിന് മുമ്പിൽ വരുന്ന കാര്യങ്ങൾ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനിച്ചാൽ മതി, കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. സുപ്രീം കോടതി ഈസ് കൺസേൺഡ് അബൌട്ട് ദ ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഓഫ് എ ചീഫ് മിനിസ്റ്റർ. എനിക്കതിനോട് വ്യക്തിപരമായി എനിക്കതിനോട് യോജിപ്പില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആയാലും ശരി, ഞാനായാലും ശരി, എൻ്റെ ഡെമോക്രാറ്റിക് റൈറ്റ് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ജയിലിലാക്കുന്ന ഈ പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ കാണേണ്ടത് ഏകദേശം ഒരു സഞ്ജീവ് ഭട്ടിൻ്റെ ഒരു വിധി അരവിന്ദ് കെജ്രിവാളിന് വരുമെന്ന് നമുക്കറിയില്ല. ഇന്നലെ മിനിയാന്ന് അരവിന്ദ് കെജ്രിവാളിനെതിരെ NIA അന്വേഷണം ആവശ്യപ്പെട്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ. അപ്പം നമ്മളിത് തപ്പിപ്പോകുമ്പം അവിടെയുള്ള ഒരു സിഖ് തീവ്രവാദി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് കമ്മ്യൂട്ട് ചെയ്ത് ജീവപര്യന്തമാക്കി. ഇദ്ദേഹം 2019 കേന്ദ്ര സർക്കാർ വിട്ടയക്കാൻ തീരുമാനിച്ച 9 തടവുകാരിൽ ഒരാളാണ്. അയാളെ വിട്ടയക്കാൻ പണം വാങ്ങി എന്നുള്ളതിൻ്റെ പേരിൽ NIA അന്വേഷണത്തിന്
കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ ചാർജുകൾ വന്നു, ഇപ്പോൾ സഞ്ജീവ് ഭട്ടിൻ്റെ പേരിലുള്ള കേസുകൾ വരെ നമ്മൾ ഏതൊക്കെയോ കാലത്ത് നടന്ന ഏതൊക്കെയോ കേസുകൾ ആ മനുഷ്യൻ്റെ പുറത്ത് സ്ലാപ്പ് ചെയ്യുകയും അദ്ദേഹം പുറത്തു വരാതിരിക്കുകയും ചെയ്യുകയാണ് എന്ന് പറയുന്നത് പോലെ നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ മനുഷ്യരെ ഓടിച്ചിട്ട് പിടിച്ച് ജയിലിലാക്കുക, മുഖ്യമന്ത്രിമാരടക്കം ജയിലിലാകുന്ന ഇലക്ഷൻ കമ്മീഷനെ ബാധിക്കുന്നേയില്ല. അത് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണെന്നും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇമ്മാതിരിയുള്ള മനുഷ്യരെ പിടിച്ച് അകത്തിടുന്നത് ആ ജനാധിപത്യ പ്രക്രിയയെ അതിനെ സ്ക്യൂഡാക്കും, അതിൻ്റെ ബാലൻസ് തെറ്റിക്കുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ആശങ്കകളും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, സുപ്രീം കോടതിക്കുള്ള ആശങ്ക പോലും ഇലക്ഷൻ കമ്മീഷൻ ഇല്ല എന്നുള്ളത്. ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ പുറത്തു വരാനുള്ള താമസം, വോട്ടിംഗ് എത്ര ആൾക്കാർ വോട്ട് ചെയ്തു എന്നുള്ളത്, പ്രധാനമന്ത്രി ചെയ്യുന്ന പ്രസംഗങ്ങളെക്കുറിച്ചുള്ള കണ്ണടച്ചുള്ള ഇരിപ്പ്, പ്രതിപക്ഷങ്ങൾക്ക് നേരെയുള്ള വളരെ കൃത്യമായ നടപടി, പ്രതിപക്ഷ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ പോലും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ലംഘിക്കുന്നതിനെ പറ്റി യാതൊരു ആശങ്കയുമില്ലാത്തൊരവസ്ഥ. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം അങ്ങേയറ്റം, മേ ബി ഞാൻ ഇന്നലെ അതിനെക്കുറിച്ചൊരു എഡിറ്റോറിയൽ 1977 ആണ് നമ്മൾ ഇങ്ങനെ പ്രതിപക്ഷത്തെ ഒരുമാതിരി ചങ്ങലക്കിട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. അത് അടിയന്തരാവസ്ഥയുടെ ഒരു പശ്ചാത്തലം കൂടിയാണ്. പ്രതിപക്ഷ നേതാക്കന്മാരെ ജയിലിലിട്ടും പ്രതിപക്ഷ അവകാശങ്ങൾ ഹനിച്ചും സർക്കാർ അതിൻ്റെ മുഴുവൻ മെഷീനറി ഉപയോഗിച്ചും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1977. അതിനുശേഷം നമുക്ക് ഒരു റീസണബിളി ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻസാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഒരു വ്യത്യാസമാകുകയാണ്. പ്രതിപക്ഷ നേതാക്കന്മാർ ഭീതിയിലാണ് എന്നുള്ളൊരു സത്യമുണ്ട്. അതിൽ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം നിരാശാജനകമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ ഡിസ്കഷൻ്റെ ഒരു ഫൈനൽ പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കൃത്യമായ ഒരു ധാരണ ഇപ്പോൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞാൽ BJPയുടെ 400 പാർ എന്ന് പറയുന്ന ആ സ്ലോഗൻ അവർ തന്നെ ഏതാണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള 4-5 സംസ്ഥാനങ്ങളിലാണ് ബാക്കിയുള്ള തിരഞ്ഞെടുപ്പ് വരുന്നത്. അതിൽ വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്രയിലെ കുറച്ച് ഭാഗങ്ങളുണ്ട്, രാജസ്ഥാനിലും കുറച്ച് സീറ്റുകൾ ബാക്കിയുണ്ട്, മധ്യപ്രദേശിലാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഒരു പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്ക് പ്രതീക്ഷയുള്ള സ്ഥലങ്ങൾ ഇതിലേത് വരും? അതിൻ്റെ ഒരു ഇത് അതിൽ നമുക്ക് പുതിയതായിട്ടൊന്നും ഇപ്പം നോർത്ത് ഇന്ത്യൻ നമ്മൾ ഈ നാഷണൽ മീഡിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്, അവരിപ്പോഴും 400 പാറിലാണ് അവരിപ്പോഴും നിൽക്കുന്നത്. അതേസമയം ഉത്തരേന്ത്യൻ ചാനലുകൾ, അവിടെയുള്ള അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഒക്കെ ഉള്ള ചാനലുകൾ, അവരിപ്പം ഓൾറെഡി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണെന്ന് നമുക്കറിയില്ല കേട്ടോ. പക്ഷെ ദേ അപ്പിയർ ടു ബി ഗ്രൗണ്ടഡ് ഓൺ ഫാക്ട്സ്. അവർ ഭൂരിപക്ഷം കിട്ടിയില്ല, NDAക്ക് 200-നും 260-നും സീറ്റ് കിട്ടുകയാണെങ്കിൽ ആരായിരിക്കും പ്രധാനമന്ത്രി എന്നുള്ള മട്ടിലേക്ക് അവർ ഡിസ്കഷൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതൊരു റിട്ടേൺ ഓഫ്, ഇതൊരു ഡിസൈഡഡ് വെൽ സെറ്റിൽഡ് കേസാണ് എന്ന് നമ്മൾ കണക്കാക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ കണക്കാക്കരുത്. അതായത് അത് ഡിസൈഡഡ് ആണ് എന്ന് കണക്കാക്കേണ്ടതില്ല. ഇറ്റ്സ് സ്റ്റിൽ ഓപ്പൺ. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ഓപ്പൺ. ഓഫ് കോഴ്സ് NDAക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ദർ ആർ ചാൻസസ് ഓഫ് ദം റിട്ടേണിംഗ് ടു പാർ. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദിസ് ഇസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. ഇറ്റ്സ് നോട്ട് ക്ലോസ്ഡ് എന്നുള്ളത് നമ്മൾക്ക് അത് നമ്മൾ ഉറപ്പായിട്ട് പറയേണ്ടി വരും. അതായത് തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോഴത്തേക്ക് NDA മുന്നണി പാട്ടുപാടി ജയിക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇത് വളരെ ക്ലോസ്ലി കണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ഷനായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലാപ്പുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. അത് ഒരു പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയുടെ പൊതു രാഷ്ട്രീയ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളവും ഗുണകരമായ ഒന്നായി മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ പറയുന്ന അബ്സല്യൂട്ടായിട്ട് ഒരു ഓപ്പോസിഷൻ ഇല്ലാത്ത നിലയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനുപരിയായിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ചില സാധനങ്ങൾ ബാക്കി നിൽപ്പുണ്ട് എന്ന് പറയുന്ന ഒരു ഫീലിങ്ങിലേക്ക് നമ്മൾ വരുമെന്ന് തോന്നുന്നു. ജേക്കബിൻ്റെ അഭിപ്രായം എന്താണ്? ഇത് ഞാൻ നമ്മുടെ ഒരു ഡെമോക്രസിയിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നേച്ചർ വെച്ചിട്ട് ഈ മനുഷ്യാവകാശങ്ങളുടെ പേരുള്ള അസോൾട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അൺബ്രിഡിൽഡ്, അതായത് ഇവർ പറയുന്ന 370 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നാൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമങ്ങളുടെ അതിഭീകരമായിട്ടുള്ള ദുരുപയോഗമാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുള്ള പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറി, പിന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ ഇത്തരം നിയമപരമായി BJPയുടെ നടപടികൾ മിക്കവാറും നിയമപരമാണ്. ഈ കാര്യങ്ങളൊക്കെ പിന്നെ മിക്കവാറും കാര്യങ്ങൾ നിയമത്തിൻ്റെ വഴി കൂടിയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്ന എവിടെ വെച്ചാൽ നിയമത്തിൻ്റെ അതിഭീകരമായിട്ടുള്ള ദുരുപയോഗം.
അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു റെസിസ്റ്റൻസ് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഏജൻസികൾ പോലും ഒന്ന് മടിക്കും, കോടതികൾ കുറച്ചുകൂടി അലേർട്ടാവും. ജനങ്ങൾ അലേർട്ടാണ് എന്ന് കണ്ടാൽ കോടതികൾ അലേർട്ടാവും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഭരണഘടന ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 75 വർഷമായി. ഇപ്പോൾ ജെഫേഴ്സണൊക്കെ പറയുന്നതനുസരിച്ച് ഒരു ഭരണഘടന ഉണ്ടാക്കുന്ന ഒരു തലമുറയാണ്. അപ്പോൾ 2, 3, 4, 5 തലമുറയായി കഴിഞ്ഞിട്ട് അതേ ഭരണഘടന അതേപടി അംഗീകരിക്കണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഭരണഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം, ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം. ഭരണഘടനയും അതിൻ്റെ മൂല്യങ്ങളും ഒരിടത്തിരിക്കുകയും നാടിൻ്റെ പൊളിറ്റി വേറൊരു ഭാഗത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അൺസസ്റ്റൈനബിളാണ്, അൺടെനബിളാണ്. അപ്പം നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ എണീറ്റ് നിന്ന് വർത്തമാനം പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഭരണഘടനയും അതിൻ്റെ മൂല്യങ്ങളും സംരക്ഷിക്കാൻ പറ്റൂ. നമുക്ക് കോടതികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് ഭയങ്കര ലിമിറ്റുണ്ട്. ഇപ്പോൾ ഏജൻസികൾക്ക് പോലും അവരൊക്കെ ഫെയറായിട്ട് പെരുമാറണം എന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും നാടിൻ്റെ പോളിറ്റി ഒരു കമ്മ്യൂണലായി മാറിക്കഴിഞ്ഞാൽ ഒരു സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ സീറ്റുകൾ മാത്രമല്ല നോക്കുക, മനുഷ്യരെങ്ങനെ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടി. ഇപ്പം 200 സീറ്റ് കിട്ടിയാലും NDA സർക്കാർ തന്നെ ഭരിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ കാലങ്ങൾ കണ്ടത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തർക്കമില്ല. പക്ഷേ അപ്പോഴും ബാക്കിയുള്ള 353 സീറ്റുകളിൽ വേറെ മനുഷ്യർ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് നമ്മുടെ ഭരണഘടനയിൽ, നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ, നമ്മുടെ മനുഷ്യാവകാശങ്ങളിലൊക്കെ വിശ്വസിക്കാനുള്ള ഒരു സ്കോപ്പ് കൂടി തരും. ദർ ഇസ് അനദർ ഡേ എന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഓപ്റ്റിമിസ്റ്റിക് നോട്ടിലാണ് ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും.